കാർ ഓടിക്കുന്നതിനിടെ ലാപ്ടോപ്പ് ഉപയോഗിച്ച വനിതയെ പിടികൂടി ബംഗളൂരു പോലീസ്. നഗരപരിധിയിലുള്ള ആർ.ടി. നഗറിലാണ് സംഭവം. ലാപ്ടോപ്പ് കാറിന്റെ സ്റ്റിയറിംഗിൽ താങ്ങി അപകടകരമാം വിധം വാഹനമോടിച്ചതിനാണ് പോലീസിന്റെ പിടി വീണത്. ലാപ്ടോപ്പ് മുന്നിൽ വെച്ച് സ്ത്രീ വാഹനമോടിക്കുന്നത് സമൂഹമാധ്യമങ്ങളിലാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. വീഡിയോ പരിശോധിച്ച പോലീസ് കാർ ഓടിച്ചയാളെ കയ്യോടെ പൊക്കുകയായിരുന്നു. അശ്രദ്ധമായ വാഹനമോടിക്കലിനും അമിത വേഗതയ്ക്കും 1000 രൂപയാണ് പോലീസ് പിഴ ഈടാക്കിയത്. സമൂഹമാധ്യമങ്ങളിൽ വീഡിയോ വൈറലായിരുന്നതിനാൽ സമൂഹമാധ്യമങ്ങൾ വഴി തന്നെ ബംഗളൂരു പോലീസ് ശിക്ഷയുടെ വിവരങ്ങളും പങ്കുവച്ചു. ട്രാഫിക് വിഭാഗം ഡെപ്യൂട്ടി കമ്മീഷണറുടെ എക്സ് പോസ്റ്റ് വൈറലാവുകയും ചെയ്തു. വർക്ക് ഫ്രം ഹോം മതി, ഡ്രൈവിംഗിനിടെ വർക്ക് ഫ്രം കാർ വേണ്ട എന്നാണ് ശിക്ഷ ഈടാക്കുന്നതിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടുള്ള പോസ്റ്റ്. ഡ്രൈവിംഗിനിടെ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന വീഡിയോയും ഒപ്പം പങ്കുവച്ചിട്ടുണ്ട്. കമന്റുകളിൽ അധികവും പോലീസിനെ പ്രശംസിക്കുന്നതും കാർ ഡ്രൈവറെ വിമർശിക്കുന്നതുമാണ്. ബംഗളൂരുവിലെ അതിരൂക്ഷമായ ട്രാഫിക്കിന്റെ ഫലമാണ് കാറിലിരുന്നുള്ള ജോലി ചെയ്യൽ എന്ന ചില കമന്റുകൾ പറയുന്നു. കോർപ്പറേറ്റ് മേഖലയിലെ അധിക ജോലിഭാരമായിരിക്കാം ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയതെന്ന് വനിതയെ ന്യായീകരിക്കുന്ന കമന്റുകളും പോസ്റ്റിന് താഴെ പ്രത്യക്ഷപ്പെട്ടു. പോലീസിന്റെ ജാഗ്രത ഹിറ്റായതോടെ സമാനമായ കൂടുതൽ വീഡിയോകൾ പുറത്തുവരുന്നുണ്ട്. കഴിഞ്ഞയാഴ്ച മാന്യത ടെക് പാർക്കിന് സമീപത്തു നിന്നുള്ള മറ്റൊരു കാറിന്റെ ദൃശ്യം ഒരു സോഷ്യൽ മീഡിയ പേജിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ലാപ്ടോപ്പ് മുന്നിൽ വെച്ച് വാഹനമോടിക്കുന്ന മറ്റൊരാളുടെ ദൃശ്യമായിരുന്നു അത്. ഇയാളെയും ബംഗളൂരു പോലീസ് കണ്ടെത്തി ശിക്ഷ നൽകുമോ എന്ന കമന്റുകളിൽ അധികവും. ഇത്തരം സാഹസങ്ങൾ ബംഗളൂരുവിലെ നിത്യകാഴ്ചയെന്ന് പറയുന്നവരാണ് അധികവും. നിവർത്തികേട് കൊണ്ടാണ് ഈ ഡ്രൈവിംഗ് സർക്കസ് എന്ന് പലരും സഹതപിക്കുന്നു. അതേസമയം 1000 രൂപയുടെ പിഴ മതിയായിരുന്നില്ലെന്നാണ് മറ്റു ചില കമന്റുകൾ.